ഹലോ, നമസ്കാരം. ഇതെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഇതെൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ്. ഡിസംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണ്, ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. വിശ്വാസികൾക്ക് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജിയും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴായിരിക്കും. ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് അമ്പലങ്ങൾ എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരാറുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ ഒത്തിരി അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ശബരിമലയിലെ തിരക്ക് കൂടുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മൈതാനത്താണ് സ്വാമിമാരെയൊക്കെ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് പോലീസുകാർ. ഇവിടെ കുറച്ച് നേരത്തേക്കൊക്കെ അവരെ പിടിച്ചിടാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ അമ്പലത്തിൽ ഉണ്ട് താനും. വെള്ളവും അവർക്ക് പാചകം ചെയ്ത് റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയെല്ലാം ഇവിടെ ഉണ്ട് താനും. ഞങ്ങളുടെ അമ്പലം ഭഗവാൻ അയ്യപ്പൻ്റെ ആണെങ്കിലും പക്ഷേ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മുഴുവനും. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുമായിരിക്കും. ഡിസംബർ മാസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മാസമാണ്. അതുപോലെ തന്നെ എൻ്റെ കസിൻസിൻ്റെയും എൻ്റെ അനിയന്മാരുടെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുടെയും ബർത്ത്ഡേയും ഡിസംബറിൽ തന്നെയാണ്. അതുമാത്രമല്ല, ക്രിസ്മസ് ബെല്ലും പിന്നെ പുതുവത്സരം വരാനിരിക്കുന്ന നല്ല പ്രതീക്ഷയുള്ള ഒരു വർഷത്തിൻ്റെ നമുക്കൊരു സിമ്പിളൊക്കെ തരുന്നതൊക്കെ ഡിസംബർ മാസത്തിലാണ്. ഞാനും ഇച്ചുക്കുട്ടനും അധികം താമസിക്കാണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇഷാനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് അച്ഛനുള്ള പൊതിച്ചോറും എടുത്തു. നേരെ ഞാൻ ഞങ്ങളുടെ മഞ്ചക്കുഴിയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ ഞങ്ങളുടെ കൺസൾട്ടൻസി ഉണ്ട്, അനുഗ്രഹ കൺസൾട്ടൻസി. ഹോം മെയ്ഡിനെയും ഹോം നേഴ്സിനെയും ബേബി കെയറിനുള്ള ആൾക്കാരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഓഫീസാണ്. നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജോലിക്ക് പോകാനുള്ളവരും അതുപോലെ തന്നെ ഹോം നേഴ്സിനെയോ ഹോം മെയ്ഡിനെയോ ഒക്കെ ആവശ്യമുള്ളവർക്കും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം. നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. അമ്മ 16 കൊല്ലമായിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ് അനുഗ്രഹ കൺസൾട്ടൻസി. 16 കൊല്ലമായിട്ട് ഒരു സ്ത്രീ സ്വന്തം ബിസിനസ് കൊണ്ടേ നടക്കുക എന്ന് പറഞ്ഞാൽ, സക്സസ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അമ്മയെ സമ്മതിക്കാണ്ടിരിക്കാൻ വയ്യ. അത് തന്നെയല്ല, എല്ലാ ബിസിനസ്സിനും ബിസിനസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു ബിസിനസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ക്ഷമയുള്ളവർക്ക് മാത്രമേ, മറ്റുള്ളവരെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ ഒത്തിരി പേരുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരാൾക്കുടെ ബർത്ത്ഡേ ആയിരുന്നു. കൊച്ചച്ഛൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് വന്നു. കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അമ്മ എനിക്ക് വേണ്ടി ഒരു ക്യാരറ്റ് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വന്നിട്ട് വൈകിട്ട് പിള്ളേരൊക്കെ കൂടി കട്ട് ചെയ്യുവാണ്. എൻ്റെ 2 പിള്ളേർക്കും ഒത്തിരി ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ അവർ 2 പേരും എപ്പോൾ വേണമെങ്കിലും സമീപിക്കുക. കേക്ക് കഴിക്കത്തില്ല, 2 പേരും കഴിക്കത്തില്ല, 2 പേർക്കും ഇഷ്ടമല്ല കേക്ക്. പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏത് ടൈപ്പ് കേക്കാണ്? എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടം ക്യാരറ്റ് കേക്കാണ്. അതുകൊണ്ടാണ് ക്യാരറ്റ് കേക്ക് മേടിച്ചത്. അമ്മ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങൾ വേഗമൊന്നും വന്ന് ഉറങ്ങാറില്ല. നിങ്ങളെങ്ങനെയാണ്? ഡിസംബർ മാസം ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണോ? എനിക്ക് ഡിസംബർ മാസത്തിൽ വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ നല്ല രസമാണല്ലേ.
അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉറങ്ങുന്നതിന് മുമ്പുള്ള എൻ്റെ മക്കളുടെ കുറച്ച് കലാപരിപാടികളാണിതെല്ലാം.